ഇപ്പോൾ ബിടെക് സ്റ്റുഡൻസിന് ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ക്യാമ്പസ് പ്ലേസ്മെന്റിന് തയ്യാറെടുക്കേണ്ടത്. അപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് ഓൺ ക്യാമ്പസ് പ്ലേസ്മെന്റും ഒന്ന് ഓഫ് ക്യാമ്പസ് പ്ലേസ്മെന്റും. അതായത് നമ്മുടെ ക്യാമ്പസിൽ വന്ന് നമ്മളെ കമ്പനീസ് റിക്രൂട്ട് ചെയ്ത് പോകുന്നതാണ് ഓൺ ക്യാമ്പസ് പ്ലേസ്മെന്റ്. അത് കിട്ടാത്തവർക്ക് നമ്മുടെ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ കമ്പനീസ് തന്നെ ഓഫ് ക്യാമ്പസ് ഡ്രൈവുകൾ നടത്തുമ്പോൾ നമുക്ക് അവരുടെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമുക്ക് ജോയിൻ ചെയ്യാം. അതാണ് ഓഫ് ക്യാമ്പസ്. അപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ജോബ് കിട്ടാൻ ഉള്ള ഒരു അവസരം ഓൺ ക്യാമ്പസ് പ്ലേസ്മെന്റുകൾ തന്നെയാണ്. അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പൊ പ്രത്യേകിച്ച് ഒരു തേർഡ് ഇയർ ഫോർത്ത് ഇയറിലൊക്കെയാണ് നമുക്ക്, അല്ലെങ്കിൽ ഒരു 6th സെമസ്റ്റർ മുതൽക്കൊക്കെയാണ് ക്യാമ്പസ് പ്ലേസ്മെന്റുകൾ വരുന്നത്. അപ്പൊ ഇവിടെ പല കമ്പനികളും ഈ സപ്ലി ഹിസ്റ്ററി ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ എല്ലാ കമ്പനീസും ആയിരിക്കണം എന്നില്ല, ഞാൻ ഒരു ടെൻഷൻ ആക്കാൻ വേണ്ടി പറഞ്ഞല്ല. ചില കമ്പനീസ് ചിലപ്പോൾ അങ്ങനെ സപ്ലി ഹിസ്റ്ററി തന്നെ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. ചിലപ്പോൾ ഇവര് എപ്പോഴാണോ വരുന്നത്, റിക്രൂട്ട്മെന്റിന് വരുന്ന സമയത്ത് സപ്ലൈ ഉണ്ടാവരുതെന്ന് പറയുന്ന കമ്പനീസ് ഉണ്ട്. ചിലപ്പോൾ 1-2 സപ്ലികളൊക്കെ അനുവദിക്കുന്ന കമ്പനീസും ഉണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും സേഫ്, നമുക്കിപ്പോൾ ഏതെങ്കിലും പേപ്പേഴ്സ് സപ്ലൈ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് അതൊക്കെ ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളത്. ഇപ്പൊ നമുക്ക് എന്തായാലും ഓരോ സപ്ലൈ എഴുതാൻ ഒരുപാട് ചാൻസ് നിങ്ങൾക്ക് ഉണ്ട് അല്ലെ. അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഇപ്പൊ ഏതെങ്കിലും ഒരു സെമിസ്റ്ററിൽ ഒരു സപ്ലൈ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ചാൻസിൽ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഏതൊരു ക്യാമ്പസ് പ്ലേസ്മെന്റ് ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പിന്നെ ഓരോ കമ്പനീസിന്റെ ഇതനുസരിച്ചിരിക്കും അതിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ സോഫ്റ്റ്വെയർ കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ ഓരോ കമ്പനീസിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അവർ ഏത് പോസ്റ്റിലേക്കാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു റൗണ്ടിലായിരിക്കും, ചിലപ്പോൾ ടെക്നിക്കൽ ഒന്നും അല്ലാതെ ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് 2 റൗണ്ടിലായിട്ടും എക്സാമുകൾ ഉണ്ടായിരിക്കും. അതിനുശേഷം അതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർക്കായിരിക്കും ഇന്റർവ്യൂ വരുന്നത്. ഇന്റർവ്യൂ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ടെക്നിക്കൽ ഇന്റർവ്യൂ മാത്രമായിരിക്കും, ചിലപ്പോൾ ടെക്നിക്കൽ ഇന്റർവ്യൂ HR ഇന്റർവ്യൂവും സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ഒരുമിച്ച് നടത്താറുണ്ട്. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ, അതൊക്കെ ഓരോ കമ്പനീസ് വരുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് തേർഡ് ഇയറിൽ എത്തിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫൈനൽ ഇയറിൽ എത്തിയിട്ട് ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മനസ്സിലുണ്ടായിരിക്കുക. ഓരോ സെമിസ്റ്റർ പഠിക്കുമ്പോഴും അത് മാക്സിമം സപ്ലൈ ഇല്ലാതെ നിങ്ങൾ പഠിക്കാൻ നോക്കുക. ഇനി സപ്ലൈ വന്നാലും നെക്സ്റ്റ് ചാൻസിൽ തന്നെ ക്ലിയർ ചെയ്യുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഈ പറഞ്ഞ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് പാരലൽ ആയിട്ട് തുടങ്ങാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് ഒക്കെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് അത് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് ഒക്കെ നിങ്ങൾക്ക് പാരലായിട്ട് തന്നെ പഠിച്ചു പോവാം, നിങ്ങൾ ഏത് സെമിസ്റ്ററിലാണെങ്കിലും. ഇനി അത് കൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ കാര്യങ്ങളോ അല്ലെങ്കിൽ കോഡിംഗ് ഒക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം ഇപ്പോൾ ഏത് സ്ട്രീമിൽ നിന്നാണെങ്കിലും ഇപ്പോൾ സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് സോഫ്റ്റ്വെയർ കമ്പനീസ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിലും എക്സ്ട്രാ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. അതിനുള്ള ടൈം നിങ്ങൾ മാറ്റി വെച്ചതൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് കാര്യങ്ങൾ, പ്രൊജക്റ്റ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഈസി ആയിട്ട് നമുക്കത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നല്ലൊരു കമ്പനിയിൽ കോളേജ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ജോബ് കിട്ടാനും സാധിക്കും. അപ്പൊ ഇതുപോലുള്ള ക്യാമ്പസ് പ്ലേസ്മെന്റ് റിലേറ്റഡ് ആയിട്ട് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും അപ്ഡേറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അല്ല, നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസ് അപ്പാർട്ട് ഫ്രം നിങ്ങളുടെ അക്കാഡമിക്സ്, നിങ്ങളെ ഒരു കരിയറിലേക്ക് എത്തിക്കാനായിട്ട്, അതൊരു ക്യാമ്പസിൽ നിന്നും കരിയറിലേക്ക് കണക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ് നമ്മൾ ഇനിയും ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിലും നമുക്കൊന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പരിഗണിക്കാം. ഓക്കെ, താങ്ക് യു.